ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നാടൻ ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ്, നല്ല രീതിയിൽ തന്നെ ഈ ഒരു മാവൊക്കെ പൊങ്ങി വരും. നമ്മളിതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കാതെയാണ് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇഡ്ഡലി ശരിയാവുന്നില്ല എന്ന് പരാതി പറയണ്ട. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പം നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലിയാണ്. നമ്മുടെ ഈ ഒരു ഇഡ്ഡലി തട്ടിലൊന്നും മാവൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള അരിയൊക്കെ ഒന്ന് കുതിർത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ എങ്ങനെയാണ് സാധാരണ അരിയുടെ അളവ് എടുക്കാറ്, ആ ഒരു കപ്പിന് തന്നെ അളന്നെടുത്താൽ മതി കേട്ടോ. ഇനി മറ്റൊരു ബൗളിലേക്ക് ഞാനൊരു 1/4 കപ്പോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അരി എടുത്ത ആ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെയാണ് നമ്മൾ ഉഴുന്നും എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലാസ് ആയതുകൊണ്ടാട്ടോ നമ്മൾ ഇത്ര അധികം ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നത്. ഇനി നമ്മൾ ആ അരിയൊക്കെ നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുതിർത്തി എടുക്കാൻ വേണ്ടി 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഉഴുന്നും നല്ല രീതിയിൽ തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉഴുന്നിൽ അത്യാവശ്യം വെള്ളം കൂടുതലായിട്ടും ഒഴിക്കുക കേട്ടോ. നമ്മൾ ഈ ഉഴുന്ന് കുതിർത്തിയ ഒരു വെള്ളം വെച്ചിട്ടാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 4-5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി ഞാൻ ഒരു അരിപ്പക്കൊട്ടിലേക്കിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരി ആദ്യം അരച്ചെടുക്കാം. മിക്സർ ജാറിലേക്ക് ഞാൻ അരി ഇതിൽ നിന്നും പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉഴുന്ന് കുതിർത്തി വെച്ചിട്ടുള്ള ഒരു വെള്ളമല്ല, അത് ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അരി അരച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഉഴുന്നും അരിയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേറെ പാത്രങ്ങളിലാക്കിയിട്ട് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത് ഞാൻ ബാക്കിയുള്ള ആ ഒരു അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ സാധാരണ ഏത് ചോറാണ് വീട്ടിൽ വെക്കുന്നത് അത് എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി മട്ടരി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതും ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്ന് അരച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നമ്മളധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. പിന്നെ നമ്മൾ അരി അരക്കുന്ന സമയത്തും അരിയുടെ മേലെ വെള്ളം നിൽക്കരുത് ഒരിക്കലും. അപ്പോൾ ആ രീതിയിൽ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. അപ്പോൾ ഉഴുന്ന് ഞാൻ നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ദോശ ഇഡ്ഡലിയൊക്കെ മാവ് ഇതുപോലെ കൂട്ടി വെക്കുന്ന സമയത്ത് തലേ ദിവസം തന്നെ ഉപ്പൊക്കെ ഇട്ട് വെക്കും കേട്ടോ. അപ്പോൾ നാളേക്ക് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും നമ്മുടെ ഈ ഒരു മാവ്. അപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചൊന്ന് മിക്സ് ആക്കിയെന്ന് മാത്രം. ഇനി കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കുറച്ചൊരു 4-5 മിനിറ്റ് എങ്കിലും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെയാണ് മാവ് റെഡിയാക്കി വെക്കാറ്. അപ്പോൾ ഇഡ്ഡലിയും ദോശയൊക്കെ റെഡിയാക്കുമ്പോൾ തലേ ദിവസം തന്നെ ഉപ്പ് ഇട്ട് വെക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മാവ് പൊങ്ങി വരും. പിന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഉഴുന്ന് കുതിർത്തി ആ ഒരു വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും നമുക്ക്. പിന്നെ നമ്മൾ ഇതിൽ ഉലുവൊക്കെ ചേർത്ത് കൊടുക്കുന്നത് തന്നെ നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലിയാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ അത് രാവിലെ നീറ്റ് വന്നപ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ചൂടുള്ള ഭാഗത്ത് വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ആ സ്റ്റവിൻ്റെ മീതെ തന്നെയാണ് ഈ ഒരു മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ പലവട്ടം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പാൻ ചൂടാക്കിയിട്ട് അതിന് ഈ ഒരു മാവിൻ്റെ പാത്രം വെച്ച് കൊടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഇത് അതുപോലൊന്നും ഞാൻ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് മാവ് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇഡ്ഡലി ശരിയാവുന്നില്ല എന്നുള്ള അഭിപ്രായമുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഞാൻ മാവ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഡ്ഡലി തട്ടിൽ ഞാനിതാ ഒന്ന് നന്നായിട്ട് അതിലത്തെ വെള്ളമൊക്കെ തുടച്ചതിന് ശേഷം ഇതിലേക്ക് എണ്ണ പരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയുടെ 2 തട്ടിലും ഞാൻ ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം സ്റ്റീലിൻ്റെ ആണെങ്കിലും ഇതുപോലെ അലുമിനിയത്തിൻ്റെ ഇഡ്ഡലി തട്ടാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. 2 തട്ടും ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ഇഡ്ഡലി തട്ടിലേക്ക് നല്ല രീതിയിൽ തന്നെ ആവി ഒന്ന് കയറി വരണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചിട്ട് ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ഒട്ടി പിടിക്കാത്ത രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു ഇഡ്ഡലി കിട്ടും കേട്ടോ. ഇതുപോലെ അങ്ങനെ ഒന്ന് ആവി കയറ്റി എടുക്കുന്ന സമയത്ത്. അപ്പോൾ ആവി കയറിയതിന് ശേഷം ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ 2 തട്ടിലേക്കും മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി 2 തട്ടിലും ഇതുപോലെ മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഇനി ഇഡ്ഡലി ശരിയാവാത്തവർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതാ 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഈ ഒരു തട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും തട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് തണുത്ത് വരട്ടെ. ചൂടൊക്കെ പോയി നല്ല തണുത്ത സമയത്ത് നമുക്ക് ഈ ഇഡ്ഡലി ഇതിൽ നിന്നും എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെച്ചിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഈ ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ തട്ടിൽ ചെറിയൊരു ചൂടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കുറച്ചും കൂടി സമയം കഴിഞ്ഞതിന് ശേഷം ഇത് ഓരോന്നായിട്ട് തന്നെ എടുക്കുകയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്, അടിപൊളിയാണ്. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ ഇഡ്ഡലിയുടെ ആ ഒരു തട്ടിൽ ഒട്ടും തന്നെ ഒട്ടി പിടിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി സാമ്പാറും നല്ല ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്തിട്ട് ഇനി നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബൈ.